നിങ്ങൾ കേട്ടത് ശരിയാണ്. അഖിലനാടിയുടെ ഭാര്യ പുള്ളിക്കാരനെ ഉപേക്ഷിച്ചിട്ട് ഒരു ബസ്സിൽ കിളിയോടൊപ്പം ഒളിച്ചോടിപ്പോയി. എന്തൊക്കെയാണ് നടക്കുന്നേ? ഓക്കെ, ശരിക്കും ഇത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കുറച്ചു ദിവസമായി ഭാര്യ പോയിട്ട് കാര്യോർത്ത കഷ്ടം തന്നെ അല്ലേ. ഇനിയും ഇങ്ങനത്തെ ഒരു ഗതികേട് വരുത്തരുത്. പുള്ളിക്കാരന് പോലും അറിയാൻ പാടില്ല എന്തിനാണ് അവള് പുള്ളിനെ ഇട്ടിട്ട് പോയെന്നുള്ളൊരു ഈ കാര്യം. മാതിരി തോന്നിവാസം കാണിക്കുന്ന പെണ്ണുങ്ങൾ അറിയുന്നില്ലല്ലോ. ഇവിടത്തെ ഈ കൊടും ചൂടിലും തണുപ്പിലും ചോര നീരാക്കിയ ഇവർക്കൊക്കെ പറയുമ്പോ വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കണെന്ന്. വിവാഹം കഴിഞ്ഞിട്ട് എന്തോ കോഴ്സ് പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അഖില് ആ കോഴ്സിന് കൊണ്ടു ചേർത്തു. അപ്പോ പോകുന്നതും വരുന്നതൊക്കെ ബസ്സിലാണ്. കല്യാണം കഴിക്കുക ആരെ വിശ്വസിക്കൂടാ. സോ ബസ്സിലെ കിളിയുണ്ടല്ലോ, കണ്ടക്ടർ കിളി, ആ സെറ്റപ്പ് പുള്ളിക്കാരനുമായിട്ട് ഇഷ്ടത്തിലാവുന്നു. പുള്ളിക്കാരനുമായിട്ട് ഒളിച്ചോടി പോകുന്നു. എനിക്കും അറിയാൻ വയ്യ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. എങ്ങനെയാടാ നമ്മളൊരു കല്യാണം കഴിക്കുന്ന? സത്യം ഇതൊരു തേണ്ടിത്തരല്ലേ. നിങ്ങൾ ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. പാവം. എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു. ഇല്ലടോ, ഇതൊക്കെ ജീവിതത്തിൽ ചില പാഠങ്ങളാണെന്ന് കരുതിയാൽ മതി. അതിജീവിക്കണം.